ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. 1/2 കിലോ കേര, അത് മുളക് വറ്റിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുടംപുളി, കടുക്, ഉലുവ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇത് കറിയാക്കി ഉണ്ടാക്കാനായിട്ട് പോകാം. ചട്ടി ചൂടായി, ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവിട്ട് കൊടുക്കണം. കടുകിട്ട് വെക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ ഉലുവിടാം. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, ഇതൊന്ന് മൂത്ത് വരട്ടെ. പച്ചമണമൊക്കെ പോയി ഒന്ന് മൂത്ത് വരട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി പച്ചമണം വരണം, മാറട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മൂത്ത് വന്നിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ തക്കാളി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉലുവാപ്പൊടിയും ഒരു നുള്ളു കായം പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവപ്പൊടിയും ഒരു നുള്ളു കായം പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങി. നമുക്കിതിൽ കുടപ്പുളി
ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഇറക്കാം. ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരപ്പിൽ കിടന്നൊന്ന് നന്നായി തിളച്ച് കുറുകി വരട്ടെ. അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി വറ്റി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം വെളിച്ചെണ്ണയുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇവിടെ കറിവേപ്പില കഴിഞ്ഞിരിക്കുക, പറമ്പിൽ പോകണേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. താങ്ക് യു. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ.